Sorry ass DJ. അങ്ങനെ നമ്മുടെ തായ്ലൻഡിലെ അവസാനത്തെ ദിവസമാണ് ഇത്. പാർട്ട് 5 ആണ്. കാരണം വെച്ചാൽ പോകുന്ന ധൃതിയിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം വെച്ചേക്കും. ഇനിയും എന്തെങ്കിലും അവിടെ കിടപ്പുണ്ടോന്നൊക്കെ ഒന്നുകൂടെ റൂമെല്ലാം സെർച്ച് ചെയ്ത്, അതല്ലെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ. പോകുന്നതിന് മുന്നേ 1-2 പ്രാവശ്യം കൂടെ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് എൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ കിടപ്പുണ്ടോ. എന്നിട്ട് നേരെ ലിഫ്റ്റിൽ താമസിക്കുന്ന ഹോട്ടലിൽ എന്നും നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ തരുന്നത്. ഞാൻ ഇതുവരെ നിങ്ങളെ അതിൻ്റെ കാഴ്ചകളൊന്നും കാണിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ പോകാൻ പോവുക. ഇപ്പോൾ രാവിലെ ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പം ഒരുപാട് വൈകിയാണ് ഇന്ന് ഞാൻ പോകാറുള്ളത്. ഇന്നെന്തായാലും നേരത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ എത്തിയായിട്ട് കുറേ ഡിഷസ് ഉണ്ടാവും. നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും എല്ലാ ഡിഷസും അവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എത്ര വേണേലും കഴിക്കാം. അങ്ങനെ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസും സലാഡും സൂപ്പ് ഐറ്റംസും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ റിസപ്ഷനിൽ ചെന്ന് കീ കൊടുത്ത് ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വേണം എയർപോർട്ടിലേക്ക് എത്തേ. അങ്ങനെ നമ്മളാണെങ്കിൽ അവസാനം റിസപ്ഷനിലെത്തി. അവിടെ ധാരാളം ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ കീയ് അതേപോലെയുള്ള റൂംസിലുള്ള ബാക്കി കാര്യങ്ങളുള്ള അവിടെ തിരിച്ചേൽപ്പിക്കണം. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് താക്കോൽ വല്ല മിസ്സായി 200 ബാത്താണ് അവർ ഫൈനായിട്ട് ഈടാക്കുന്നത്. ഈ കിടക്കുന്ന ഓരോ ബസ്സും ആണെങ്കിൽ ഓരോ സ്ഥലത്തേക്കുള്ള ബസ്സാണ്. കാരണം വെച്ചാൽ ബോംബെയിൽ നിന്നും അതേപോലെ ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബസ് വന്നിട്ട് 4 നമ്പർ ബസ്സാണ്. അങ്ങനെ നമ്മൾ നേരെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ആ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം ഇനി എയർപോർട്ടിലേക്ക് പോകാൻ. അങ്ങനെ അതിൻ്റെ തിരക്കിലാണ്. ആദ്യമേ ഷോപ്പിങ്ങിന് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം. ഇനി അവിടെ ഇന്ദിരാ മാർക്കറ്റ് എന്ന് പറയുന്നൊരു മാർക്കറ്റുണ്ട്. അവിടെയാണ് സാധനങ്ങളൊക്കെ ചീപ്പായിട്ട് കിട്ടുന്നതെന്ന് എല്ലാവരും പറയുന്നത്. അതിന് മുന്നേ അവിടെയുള്ള സ്ട്രീറ്റിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതിനുവേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സൂടെ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. വളരെ മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ. കാരണം വെച്ചാൽ നമ്മുടെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം 2 സൈഡിലും ധാരാളം ഫ്രൂട്ട്സ് ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള പൊരിപ്പൊക്കെ കാണാം. അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നേരെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. റോഡൊക്കെ നല്ല റഷാണ് അന്നത്തെ ദിവസം. അതല്ലേലും ഇത് ബാങ്കോക്ക് ടൗൺ ആയതുകൊണ്ട് അവിടെ നല്ല റഷാണ്. എന്തായാലും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഇന്ദിരാ മാർക്കറ്റിലോട്ട് നടന്നു പോകാമെന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു. റോഡ് സൈഡിലൊക്കെ ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട്. കച്ചവടക്കാരെയൊക്കെ കണ്ട് എന്തായാലും എയർപോർട്ടിലേക്ക് പോകുന്നതിന് അവിടുന്ന് വീണ്ടും ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പം നേരത്തെ പോയിട്ടും കാര്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അവിടുന്ന് 7 മണിക്കത്തെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. അപ്പം കുറച്ചുകൂടെ ഈ ബാങ്കോക്ക് ടൗണിൽ തന്നെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പല്ലാടി എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്. അവിടെ എല്ലാം കയറി കണ്ടതിന് ശേഷം ഇനി നേരെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ മനോഹരമായ ഓവർ ബ്രിഡ്ജും അതേപോലെ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് ഞാൻ അവിടെ. ഇനി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. കാരണം വെച്ചാൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് ആ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു മാളിൻ്റെ അകത്തൂടെ വേണം നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. ആ മാളിൽ കുറേ ഐറ്റംസൊക്കെ വാങ്ങേണ്ടവർക്ക് വാങ്ങാം. ഞാനീ പറഞ്ഞ ഇന്ദിരാ മാർക്കറ്റ് ഇവിടെ അല്ല കേട്ടോ, ഇത് വേറെ ഒരു മോളാണ്. ഈ മോളിൻ്റെ അകത്തും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങേണ്ടവർക്ക് വാങ്ങാം. പക്ഷേ ഇവിടെ ഭയങ്കര വിലയാണെന്ന് ആരോ ഞങ്ങളോട് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കുന്ന ഈ മോളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. അവസാന ദിവസത്തെ ലഞ്ച് നല്ല അടിപൊളിയായിരിക്കുമെന്ന് ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടി നേരെ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ആണെങ്കിൽ ധാരാളം ഡ്രസ്സും അതേപോലെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ നമുക്ക് കാണാം.
ഇവിടൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്തെടുത്തില്ലെങ്കിൽ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഭയങ്കര പൈസ വാങ്ങും. അങ്ങനെ നമ്മൾ അവസാനം ഫുഡ് കഴിക്കാൻ സ്ഥലത്ത് മാൽഗുഡി റെസ്റ്റോറൻറ്റ്, ഇവിടെ നിന്നാണ് ഞങ്ങൾ അവസാനത്തെ ദിവസത്തെ ലഞ്ച് കഴിക്കുന്നത്. നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തത്, നമ്മൾക്ക് ഒരു ഗ്രൂപ്പുകാർക്ക് വേണ്ടി മാത്രം അന്നത്തെ ദിവസം ഇവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞാൻ മാൽഗുഡി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെയും ഈ പറയുന്ന പോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസും അവിടെയുണ്ട്. ഇനി ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഫുഡ് കഴിച്ചിട്ട് വേണം വീണ്ടും ഞങ്ങൾക്ക് പർച്ചേസിന് പോകാൻ. കാരണം വെച്ചാൽ അതങ്ങനെയാണല്ലോ, നമ്മൾ എവിടെയും ഒരു യാത്ര പോയി കഴിഞ്ഞാൽ എത്ര സാധനം വാങ്ങിച്ചാലും നമുക്ക് മതി വരത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇന്ദിരാ മാർക്കറ്റിലോട്ട് പോവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇന്ദിരാ മാർക്കറ്റിലോട്ട് പോവാം നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഇന്ദിരാ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണിത്. അവിടെ നല്ല റഷാണ് റോഡൊക്കെ. അങ്ങനെ അവസാനം നമ്മൾ ഇന്ദിരാ മാർക്കറ്റിലോട്ട്. ഇവിടെ ആണെങ്കിൽ സാധനത്തിനൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയും ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ നമ്മളെ പറ്റിക്കും. ഇവിടെയും പല ഷോപ്പിലും പല വിലയാണ്. ഞാൻ അന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ, ഞാൻ ആദ്യ ഷോപ്പിൽ നിന്ന് ചോക്ലേറ്റ്സ് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 50 ബാത്ത് വാങ്ങിച്ചു. അതേ ചോക്ലേറ്റ്സ് അടുത്ത ഷോപ്പിൽ വാങ്ങും അവർ 30 ബാത്ത് എടുത്തു. അത് തന്നെ നമ്മൾ പല പല ഷോപ്പിലും പല പല വിലയാണ്. കാരണം വെച്ചാൽ നമ്മളെ ഇവർ ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ ഇവർ പറ്റിക്കും. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടു വേണം സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇവിടെ പക്ഷേ ധാരാളം സാധനങ്ങൾ ചീപ്പ് പ്രൈസിൽ നമുക്ക് കിട്ടും. അതാണ് ഇവിടുത്തെ വലിയൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലും വാങ്ങി നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ എല്ലാം നോക്കി. എൻ്റെ ഫ്രണ്ട്സിനും അല്ല എൻ്റെ കൂടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങാമെന്നുള്ള രീതിയിൽ നാട്ടിലെ വീട്ടിലേക്കും എന്തെങ്കിലും വാങ്ങാമെന്നുള്ള രീതി അവിടെ എല്ലാം നടന്ന് ഞാൻ നോക്കി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കില്ല. കാരണം വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പോലെ എത്ര സാധനം വാങ്ങിച്ചാലും നമുക്ക് മതി വരത്തില്ല. കാരണം വെച്ചാൽ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ എന്നുള്ള രീതിയിൽ മാക്സിമം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കും. ഇതൊരു ടോയുടെ കടയാണ്. ഇവിടെ ആണെങ്കിൽ ഡ്രംസിനും അതേപോലെ ഇതിനൊക്കെ ചീപ്പ് റേറ്റാണ്. ഇതിന് അവിടുത്തെ നമ്മുടെ നാട്ടിൽ 1000-1500 രൂപ മാത്രമേ വില വരത്തുള്ളൂ. പക്ഷെ ഞാനിത് വാങ്ങിയില്ല. പക്ഷെ നല്ലൊരു ഉഗ്രൻ സാധനമായിരുന്നു. അതൊക്കെ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കി. വെറൈറ്റി കമ്മലുകൾ, ഇങ്ങനെയുള്ള ധാരാളം ഐറ്റംസ്, ഡ്രസ് ഐറ്റംസ്, ബാഗ്, ഇങ്ങനെയുള്ള ധാരാളം ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഇന്ദിരാ മാർക്കറ്റ് മൊത്തം നടന്ന് കാണണമെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ നടന്നാലും അതിൻ്റെ കാഴ്ചകൾ തീരത്തില്ല. എന്തായാലും എന്നെക്കൊണ്ട് വാങ്ങാൻ പറ്റുന്ന അത്രയും വാങ്ങിയിട്ട് ഞാൻ നേരെ അടുത്ത എയർപോർട്ടിലെത്തി. ഇനി എയർപോർട്ടിൽ ഇരിക്കുവാണ്. കാരണം വെച്ചാൽ ഫ്ലൈറ്റിനുള്ള സമയമായി. കാരണം എന്ന് വെച്ചാൽ 4 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എന്തായാലും 4 ദിവസം എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു. ഇനിയിപ്പം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ബാക്ക് സൈഡിലിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചേട്ടായിയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബാക്കിലിരിക്കുന്ന ചേട്ടായി എറണാകുളത്തുള്ള ഒരു ചേട്ടായിയാണ്. അപ്പം ഞാനിതുപോലെ വ്ളോഗ്സൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടായിക്ക് ഒരു സന്തോഷം. അപ്പം ഞാൻ ചേട്ടായോട് പറഞ്ഞു എൻ്റെ ക്യാമറയിലോട്ടൊന്ന് നോക്കാൻ ആദ്യമൊന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് കേട്ടില്ലെന്ന് തോന്നുന്നു. വീണ്ടും ഞാൻ ചേട്ടായോട് പറഞ്ഞു ഇതേപോലെ എൻ്റെ ക്യാമറ നോക്കി ഹായ് പറയട്ടെ. ചേട്ടായി ഹായ് പറയുന്നുണ്ട്. ചേട്ടായുടെ പേര് ആൽബിൻ എന്ന് എന്നോട് പറഞ്ഞിട്ട്. അങ്ങനെ ഇനി നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് സമയം കളയണം. എന്നിട്ട് വേണം ഇനി സമയമായി. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയുള്ള ധൃതിയില്ല. നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പ്സ് എല്ലാം ഓൾറെഡി പോയി കഴിഞ്ഞു. ഞാൻ പിന്നെ എപ്പോഴും ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് ഇതാ. അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ നിന്ന് തന്നെ മൊബൈലെല്ലാം ചാർജ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മുടെ മൊബൈലൊക്കെ എല്ലാവരും ചാർജ് ഓൾറെഡി തീരുക. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നാട്ടിൽ എത്തിയിട്ട് വേണം നിങ്ങളോട് പറയാൻ. കാരണം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം നമ്മുടെ ക്യാമറ ഓഫാക്കണം. അങ്ങനെ ഞാൻ വീണ്ടും
ക്യാമറയൊക്കെ ഓണാക്കിയത് നമ്മൾ വീണ്ടും താങ്ക് ഗോഡ് നമ്മൾ നാട്ടിലെത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിനുള്ള ധൃതിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്കെല്ലാം ധൃതിയാണല്ലോ, എത്രയും പെട്ടെന്ന് വെളിയിലിറങ്ങാം. എല്ലാവർക്കും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എത്രയും പെട്ടെന്ന് ഇനി നാട് പിടിക്കണം, നമ്മുടെ നാട്ടിലെത്തണം. ആ ഒരു ധൃതിയാണല്ലോ പിന്നീട് എല്ലാവർക്കും. അതിൻ്റെ ധൃതിയില്ല പിന്നെ ഞാനും ദിവസം കഴിഞ്ഞ് നാട്ടിലെത്തുമല്ലേ, ഒരു പ്രത്യേക സന്തോഷം. അങ്ങനെ എറണാകുളം കൊച്ചിൻ എയർപോർട്ടിലാണ് അവസാനം ഞാൻ വന്നത്. ഇനിയിപ്പം എയർപോർട്ടിൽ കയറി ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടൊക്കെ വേണം നേരെ ഇനി അടൂരിലേക്ക് പോകാൻ. അപ്പോൾ നമ്മളെ വിളിക്കാൻ വേണ്ടി വെളിയിൽ ടാക്സിക്കാരൻ വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് രാജീവ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തായ്ലൻഡ് ട്രിപ്പ്. ഇത് നമ്മുടെ ആനയുടെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ എല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വിദേശ രാജ്യത്തെ ഉള്ള കാഴ്ചകളുമായിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം വെച്ചാൽ നിങ്ങൾ തരുന്ന ഓരോ പ്രചോദനമാണ് വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ആവേശം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഞാൻ വന്ന ദിവസം സത്യം പറഞ്ഞാൽ അന്നും ഇപ്പോഴത്തെ പോലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ മഴക്കോൾ അവിടെ ഉണ്ട്. അതെ, ഇതാണ് നമ്മുടെ സാരഥി ചേട്ടായി. പുള്ളിയാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുവിടേണ്ടത്. കാരണം വെച്ചാൽ അപ്പം തന്നെ എറണാകുളം എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ രാത്രി ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുള്ളി വേണം ഇനി അടൂർ വരെ കൊണ്ടുവിടാം. അവിടെ നിന്ന് എനിക്കൊന്നൊരു 100-110 കിലോമീറ്റർ കാണും. പുള്ളി അവിടം വരെ ഞങ്ങളെ കൊണ്ടുവിടണം. എൻ്റെയും രാജീവിൻ്റെ ബാഗെല്ലാം എടുത്ത്, രാജീവിൻ്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്താണ്. അപ്പോൾ എന്നെ വിട്ടിട്ട് വേണം രാജീവിനെ ഇനി തിരുവനന്തപുരത്ത് വരെ കൊണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് യാത്ര തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അടുത്ത ഒരു രാജ്യമായിട്ട് അടുത്ത മാസം, അതായത് ഡിസംബറിലോ ജനുവരിയിലോ ഞാൻ അടുത്ത ഒരു വിദേശ രാജ്യത്ത് പോകുന്നുണ്ടാവും. അതുവരെ എല്ലാവർക്കും ലവ് യു ഓൾ, ബൈ.